جنبي في تخت وكأني أتنفس من سم برة وكأن غصن شوك يجذب من قدمي إلى هامتي. മോനെ, അത് വർണ്ണിക്കാനാവില്ല, അത് പറയാനാവില്ല, അത് വിശദീകരിക്കാനാവില്ല. എന്നെ എവിടെയോ ഒരു സ്ഥലത്ത് ചുരുട്ടി മടക്കിയതുപോലെ ഒരു പ്രത്യേക സ്ഥലത്ത് അടക്കപ്പെട്ട പ്രതീതിയാണ്. ആ സമയത്തുള്ള ശ്വാസത്തിന്റെ പ്രയാസം എത്രയാണ്, മരണനേരത്ത് ശ്വാസം ഒന്ന് കിട്ടാനുള്ള പ്രയാസം എത്രയാണ്. തുന്നുന്ന സൂചിയില്ലേ, ആ സൂചിയുടെ സൂചിക്കുഴയിലൂടെ വേറെ ഒരു രൂപത്തിലുള്ള സൗകര്യവുമില്ലാതെ ഒരാൾക്ക് ശ്വസിക്കാൻ ഒരു സൂചിക്കുഴയോളം പഴുതാണ് കിട്ടുന്നതെന്ന് വിചാരിച്ചോളൂ. അതിലൂടെ ശ്വാസം വലിച്ചു വിടേണ്ടുന്ന അവസ്ഥ വന്നാൽ എത്ര പ്രയാസകരമാണ്. അതുപോലെ തന്നെ അതാ മുള്ളുകളുള്ള ഒരു കമ്പന്റെ ശരീരത്തിലൂടെ എന്റെ കാല് മുതൽ എന്റെ മൂർധാവ് വരെ ഇങ്ങനെ വലിച്ച് മുറിക്കപ്പെടുന്നു എന്നതുപോലെയുള്ള വേദനയാണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നോക്കൂ, ധാരാളം പണ്ഡിതന്മാർ അതിസംബന്ധമായിട്ടുള്ള വിശദീകരണങ്ങൾ നൽകിയിട്ടുണ്ട്. ശരീരം മുഴുവൻ ഈർച്ചമാറുകൊണ്ട് ഈർന്നു മുറിക്കുന്നത് പോലെ ശരീരത്തിന്റെ എല്ലാ ഞരമ്പുകളിലൂടെയും കൊളുത്തുള്ള ദണ്ടുകൾ വലിക്കുന്നത് പോലെ, അതുപോലെ തന്നെ 1000 കത്രികകൾ കൊണ്ട് പച്ചയായ ശരീരത്തിൽ ഇങ്ങനെ കീറിമുറിച്ചാൽ എന്താണ്, മുറിച്ചു കൊണ്ടിരുന്നാലുള്ള വേദന എത്രയാണ്. അതും അതിലപ്പുറമാണ്, വളരെ ഗൗരവമാണ്. അതുകൊണ്ട് തന്നെ സഹിക്കാനാവാത്തതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഇന്നലിൽ മൗതി സക്കറാത്ത്, നിശ്ചയം മരണത്തിന് അസഹനീയമായ വെപ്രാളത്തിന്റെ നേരമാണ്, വേദനയുടെ ഘട്ടമാണ്. അത് കാഫിറുകളെ സംബന്ധിച്ചിടത്തോളം ആ ഘട്ടത്തെപ്പറ്റി ഖുർആൻ പറഞ്ഞില്ലേ, ഫീ ഗമറാത്തിൽ മൗതി, മരണത്തിന്റെ വെപ്രാളത്തിന്റെ സമയത്ത് എന്തുമാത്രം പെടച്ചിലാണ്, എന്തുമാത്രം പ്രയാസമാണ്, എന്തുമാത്രം ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ മരണത്തിന്റെ വേദന, ഈ വെപ്രാളത്തിൽ നിന്ന് എനിക്ക് സഹായിയാവണേ അല്ലാ, കാവല് നൽകണേ അല്ലാ, അതാ നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. അല്ലാഹുമ്മ ഹവ്വിൻ അലൈനാ സകറാത്തിൽ മൗത്ത്, മരണത്തിന്റെ വേദന ലഘൂകരിച്ചു തരണേ അല്ലാ. പ്രിയപ്പെട്ടവരെ, ആ സമയത്തുണ്ടാകുന്ന വേദനയും വെപ്രാളവും, ആ സമയത്തുണ്ടാകുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളും, അതിനെ സംബന്ധിച്ചിടത്തോളം, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ നേരത്ത് അവന്റെ മനസ്സിലുണ്ടാകുന്ന ചിന്തകൾ എന്താണ്? ഈ ലോകത്തു നിന്നുള്ള വേർപാട് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. ആ സമയത്ത് മനുഷ്യൻ കൊതിച്ചുകൊണ്ടിരിക്കുകയാണ്, റബ്ബിർജിഊൻ, എന്നെ ഒന്ന് മടക്കി തരുമോ റബ്ബേ, ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്തു, ഞാൻ ചെയ്യാതെ വിട്ടേച്ചു പോയ ഒട്ടേറെ കർമ്മങ്ങളുണ്ട്, ഞാൻ ചെയ്യാതെ ഉപേക്ഷ വരുത്തിയ ഒരുപാട് അമലു സ്വാലിഹാത്തുകളുണ്ട്, അതൊക്കെ എനിക്കൊന്ന് ചെയ്യാൻ സാധിച്ചെങ്കിൽ എന്ന് മനുഷ്യൻ വിലപിക്കുകയാണ്. മറുപടി കിട്ടുകയാണ്, കല്ലാ, വേണ്ട, ഇനി നിന്റെ ആഗ്രഹങ്ങൾക്ക് വിലയില്ല, ഇനി നിന്റെ യാതൊരു നിലക്കുള്ള മോഹങ്ങൾക്കും വില കൽപ്പിക്കപ്പെടുന്ന ദിവസമല്ല. ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ, അത് വെറുതെ മനുഷ്യൻ പറഞ്ഞു നോക്കുന്നൊരു വാക്ക് മാത്രമാണ്. ഇനി മടക്കം ദുനിയാവിലേക്കല്ല, വമിൻ വറാഇഹിം, അവരുടെ പിന്നിൽ ഇനി വരാനുള്ളത് ബർസഖുൻ ഇലാ യൗമി യുബഅസൂൻ, ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന നാൾ വരെ ബർസഖിന്റെ ലോകമേ അവർക്കിനി ഉള്ളൂ. ആ സമയത്ത് മനുഷ്യന്റെ തൗബക്ക് വിലയുണ്ടോ? റൂഹ് തൊണ്ടക്കുഴിയിലെത്തുന്ന നേരത്ത് മനുഷ്യർ എല്ലാവരും പറഞ്ഞു പോവുകയാണ്, ഞാൻ വിശ്വസിച്ചോളാം എന്ന് പറയുന്നത് കൊണ്ട് വിലയുണ്ടോ? ഞാനാണ് നിങ്ങളുടെ റബ്ബെന്നും നിങ്ങൾക്ക് ഞാനില്ലാതെ ഒരു ഇലാഹിനെ എനിക്ക് പരിചയമില്ലെന്നും ധിക്കാരത്തോടുകൂടി ഈജിപ്തിലും അതുപോലെ തന്നെ ജനങ്ങളുടെ മുമ്പാകെ പ്രഖ്യാപിച്ച ഫറോവ എന്ന ധിക്കാരി പോലും മുങ്ങിച്ചാകുന്ന നേരത്ത് അവനും പറഞ്ഞില്ലേ, ഞാനിതാ മൂസ പരിചയപ്പെടുത്തിയ റബ്ബിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു.
ഫിർഔൻ പോലും അത് പറഞ്ഞെങ്കിൽ ഏത് ധിക്കാരിയും മരണത്തെ മുഖാമുഖം മുന്നിൽ കാണുമ്പോ ഏത് തെമ്മാടിയാണെങ്കിലും മലക്കുൽ മൗത്തിനെ മുന്നിൽ നേരെ കാണുന്ന നേരത്ത് കൊതിച്ചു പോകുന്നു, എനിക്കൊരു മടക്കം കിട്ടിയെങ്കിൽ, അതല്ലെങ്കിൽ ഞാനിതാ ഇപ്പൊ വിശ്വാസിയായിരിക്കുന്നു, അതല്ലെങ്കിൽ ഞാൻ നന്നായി കൊള്ളാം. റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ് ഫഅസ്സദ്ദഖ വഅകും മിനസ് സാലിഹീൻ. ഒരല്പ നേരത്തേക്കൊന്ന് പിന്തിച്ചു തന്നാൽ ഞാൻ സ്വതക്ക കൊടുത്തുകൊള്ളാം, നല്ല മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ പെട്ടുകൊണ്ട്, സാലിഹീങ്ങളായ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട് ഞാൻ ജീവിച്ചു കൊള്ളാമല്ലോ. ആ ആഗ്രഹത്തിന് ഒരു വിലയും കൽപ്പിക്കപ്പെടാത്ത നാളാണത്. സഹോദരങ്ങളെ, വളരെ ഗൗരവമായ രംഗമാണത്. ഇത് കേൾക്കാത്ത ആയത്തുകളല്ല, ധാരാളമായി നമ്മൾ കേട്ടവരാണ്, പഠിച്ചവരാണ്. ആ നേരത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പശ്ചാത്തപിച്ചിട്ട് എന്താ പ്രയോജനം? വലൈസത്തി തൗബ, അവിടെ തൗബയുടെ നേരമല്ല. തൗബ അല്ലാഹു സ്വീകരിക്കുന്നത് എപ്പോഴാണ്? അള്ളാഹുവിന്റെ നിയമങ്ങളിൽ നിന്ന് കുതറിച്ചാടിയ മനുഷ്യൻ, അവനെന്തെങ്കിലും ജീവിതത്തിൽ അബദ്ധങ്ങൾ സംഭവിച്ചു പോയാൽ, അത് ചെറുതാവട്ടെ വലുതാവട്ടെ, അബദ്ധങ്ങൾ സംഭവിച്ചു പോയ ഉടനെ തന്നെ സുമ്മ യതൂബൂന മിൻ ഖരീബ്, ഉടനെ പശ്ചാത്തപിക്കുന്നവരാണെങ്കിൽ ഫൗലായിക യതൂബുല്ലാഹു അലൈഹിം, അക്കൂട്ടർക്ക് അല്ലാഹു അവരുടെ സ്വീകരിക്കുന്നതാണ്. അതേ അവസരത്തിൽ തൗബയില്ല കേട്ടോ. വലൈസത്തി തൗബതു ലില്ലദീന യഅമലൂന സയ്യിആതി, തിന്മകൾ ഇങ്ങനെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഒരു പ്രസംഗം കേൾക്കുമ്പോൾ തോന്നുകയാണ് നന്നാവണമല്ലോ റബ്ബേ, ഒരു ഖുതുബ കേൾക്കുമ്പോൾ തോന്നുകയാണ്, ഒരു ലേഖനം ഞാൻ വായിക്കുമ്പോൾ തോന്നുകയാണ്, അതുപോലെ തന്നെ പലരുടെയും മരണം കേൾക്കുമ്പോ, പലരുടെയും മരണവാർത്ത അറിയുമ്പോ എനിക്ക് തോന്നുന്നു നന്നാകണമല്ലോ. പക്ഷേ അതിന് അല്പായുസ് മാത്രമാണ്. പിന്നെയും തെമ്മാടിത്തത്തിലേക്ക് പോകുന്ന നിലക്ക് എനിക്കൊന്ന് ശരിക്ക് നന്നാവണമെന്ന ബോധമില്ലാതെ താൽക്കാലികമായ തൗബക്കാരില്ലേ, അങ്ങനെ അവരിങ്ങനെ തിന്മകൾ ചെയ്തിട്ട് മരണം അവന് ഹാജരാകുന്ന നേരത്തതാ, അവരിൽ ഒരാൾക്ക് മരണം ഹാജരാകുന്ന നേരത്തവൻ പറയുന്നു, ഇന്നീ തുബ്തുൽ ആൻ, ഇതാ ഇപ്പൊ ഞാൻ പശ്ചാത്തപിക്കുന്നു. ഒരു പ്രയോജനവും അതിനില്ല. ഒരു പ്രയോജനവും മരണത്തെ മുഖാമുഖം മുന്നിൽ കാണുന്ന നേരത്തുള്ള തൗബക്കില്ല കേട്ടോ, ഉറപ്പാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിശദീകരിച്ചുകൊണ്ട് പറയാണ്, ഇന്നല്ലാഹ യഖ്ബലു തൗബത്തൽ അബ്ദി മാ ലം യുഗർഗിർ. ഗർഗറെന്ന നിലക്കുള്ള ശബ്ദം പുറപ്പെടുന്ന കരകര എന്നവന്റെ റൂഹത, അവന്റെ ആത്മാവ് അവസാനത്തെ വേർപാടിന്റെ ഘട്ടത്തിലേക്ക് എത്തുന്നത് വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ തൗബ സ്വീകരിക്കുക തന്നെ ചെയ്യുന്നതാണ്. പക്ഷേ ആ സമയത്തല്ലേ മരണം അവൻ ഉറപ്പാക്കിയ നേരത്ത് അവന്റെ തൗബ കൊണ്ട് കാര്യമില്ല. അതുകൊണ്ടാണ് പറയുന്നത്, അതാ നിന്റെ നാവിന് കടിഞ്ഞാനിടപ്പെടുന്ന നേരമാണ്, നിനക്ക് തൗബക്ക് അവസരം കിട്ടാത്ത നേരമാണ്, നിന്റെ എല്ലാം നശിച്ചു പോകുന്ന, നിന്റെ എല്ലാം തളർന്നു പോകുന്ന, കൈകാലികൾ അവശനാവുകയാണ്, കണ്ണിന്റെ തിളക്കം നഷ്ടപ്പെടുന്നു, മുഖത്തിന്റെ പേശികൾ വലിഞ്ഞു മുറുകുന്നു, നീ കൈകാലികളിട്ട് കൂട്ടിപ്പിരിക്കുന്നു, നിന്റെ ചുണ്ടുണങ്ങിപ്പോകുന്നു, നാവതാ അതിങ്ങനെ വായിലേക്ക് ഇറങ്ങി പോകുന്നു. ഒരൽപ്പം പോലും നിനക്ക് സംസാരശേഷിയില്ലാത്ത ആ ഒരു ഘട്ടം നിനക്ക് വരുന്നതിന്റെ മുമ്പേ ഖദ്ദിം ലി നഫ്സിക തൗബതൻ മർജൂവതൻ ഖബ്ല അൽ മമാതി വ ഖബ്ല ഹബ്സിൽ അൽസുനി. നിനക്ക് വേണ്ടി നീ തൗബയെ മുന്നോട്ട് വെച്ചോ. തൗബ ചെയ്യേണ്ടവരൊക്കെ ഉടനെ ചെയ്തോളണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ വിചാരിക്കും ഇനിയും ആയുസില്ലേ, ഇനിയും നമുക്ക് സമയമില്ലേ. എപ്പോഴാണോ മനസ്സിന് വിഷമം തോന്നുന്നത്, ഏത് ഘട്ടത്തിലും കഴിഞ്ഞ കാല ഇന്നലകളെ കുറിച്ച് അള്ളാഹിനോട് പറയാത്ത ഒരു ദിവസം നമുക്കുണ്ടായിക്കൂടാ. അതുകൊണ്ട് ബാദിർ ബിഹാ ഖൽഖൻ നുഫൂസി ഫഇന്നഹാ സുഖറുൻ വഗനമുൻ ലിൽമുനീബിൽ മുഹ്സിനീ.
നല്ലവനായ മനുഷ്യന്, അതുപോലെ തന്നെ പശ്ചാത്തപിച്ച് മടങ്ങുന്ന മനുഷ്യന് ഏറ്റവും വലിയ സൂക്ഷിപ്പ് സ്വത്ത്, ഏറ്റവും വലിയ സമ്പാദ്യം അള്ളാഹിനോട് പറയൽ തന്നെയാണ്, അള്ളാഹുവിലേക്കുള്ള മടക്കം തന്നെയാണ്. അള്ളാഹുവിങ്കിൽ നിന്ന് വിട്ടുമാറിപ്പോയിട്ടുള്ള അടിമ അവങ്കലേക്ക് തിരിച്ചു ചെല്ലുന്നത് അവനേറെ ഇഷ്ടപ്പെടുന്നു എന്ന് പരിശുദ്ധ ഖുർആനും പറഞ്ഞതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചതാണ്, പലതവണ നമ്മൾ കേട്ടതുമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മരിക്കുന്ന നേരത്തെ എനിക്കൊന്ന് പറഞ്ഞു നോക്കാ എന്നാരും വിചാരിക്കണ്ട. ആ നേരത്ത് രക്ഷയില്ല കേട്ടോ, ആ നേരത്ത് യാതൊരു നിലക്കുള്ള രക്ഷയുമില്ല. അതുകൊണ്ട് മുമ്പേ ചെയ്തു കൊള്ളണം, മരണം വരുന്നതിന്റെ മുമ്പേ